ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്, നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിഫ്റ്റിയിൽ ലെവൽസുകൾ മാർക്ക് ചെയ്യുന്നതെന്നും ലിക്വിഡിറ്റി പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഡെയിലി മെസ്സേജസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത വീക്കിലേക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാവുന്ന ലെവൽസാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ഒരു മൂവ്മെൻറ്റ്, ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റാണ് നമുക്ക് ലാസ്റ്റ് വീക്ക് ഓവറോൾ കിട്ടിയിരുന്നത്. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീക്ക് എന്തായാലും ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് വീക്കിലി ചാർട്ടിൽ നമുക്ക് നമ്മുടെ ലെവൽസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യാനുള്ള ലെവലുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു സ്വിങ് ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഈ പോയിൻറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഈ ഫാള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഫിബ് വച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ട് സോണിലാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് സോണിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈ ആണ് ഡിസ്കൗണ്ട് സോണിൽ കൂടുതലായിട്ടും പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓവറോൾ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് വീക്കിലി ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈയും ഇവിടെ ഒരു ലോവും ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യേണ്ട ഒരു റിവേഴ്സിൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ട റേഞ്ച്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് പോകണം, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിങ് ഹൈയും ലോയും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതിന് കൂടുതലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ ബ്ലോക്കും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്തിട്ടായിരിക്കും ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഓൾറെഡി ലാസ്റ്റ് വീക്കിൽ 2-3 ഡേയ്സ് ബിഫോർ അതൊന്ന് ടാപ്പ് ചെയ്തെങ്കിലും അത് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അത് ഫില്ല് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് 22,397 റേഞ്ചിലാണ്. അപ്പോൾ ഇനി എവിടേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്കാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഒരു ഓർഡർ ബ്ലോക്ക് കൺഫർമേഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി വേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് കിട്ടി, ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. അപ്പോൾ മാർക്കറ്റിന് ഈ റേഞ്ചിലേക്ക് വന്നിട്ട് വേണം ശരിക്കും മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റേഞ്ചിൽ ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് നമുക്ക് എൻട്രീസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് റേഞ്ചും നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലുകളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്നുവെച്ചാൽ ഈ സ്വിങ് ലോയും ഹൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിയറിഷ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്കും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് ഇനി പോകാൻ ചാൻസ് ഉള്ളതാണ്. ആ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഫർദർ ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റിനുള്ളൊരു ഫ്യൂവൽ ആ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. ആ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റിയിൽ നടന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈയും ലോയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഫിബ് വെച്ചിട്ട് പ്രീമിയം ഡിസ്കൗണ്ട് സോണും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും നമ്മുടെ ഡിസ്കൗണ്ട് സോണിലാണുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് ഇക്ലിബ്രിയം ലെവലിലോ അതിന് മുകളിലുള്ള പ്രീമിയം ലെവലിലോ എത്തിയാലാണ് കൂടുതൽ ഫാള് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രീമിയം സോണിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്.
ഡിസ്കൗണ്ട് സോണും ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് അബവ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ലിക്വിഡിറ്റി ഏരിയാസാണ്. അപ്പോൾ ഇവിടെ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇൻ കേസ് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഫാൾ തന്ന് ആ ലെവലിലേക്ക് എത്തിയിട്ടാണ് നമുക്കൊരു ഫർദർ മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. നമുക്ക് ഒന്നുകൂടി 1 hour ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സും ഓർഡർ ബ്ലോക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ലെവൽസുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു IDX ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ലിക്വിഡിറ്റീസ് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ലോവറായിട്ടുള്ള 22,300 അതിന് താഴെ വരുന്ന ആ ലിക്വിഡിറ്റി ആ ലോ ടാപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും മുകളിലേക്ക് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും ഓവറോൾ നമുക്ക് ഒരു FVG അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാലാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ നമുക്കിവിടെ ജസ്റ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഈ താഴത്ത് മാർക്ക് ചെയ്തേക്കണ നമുക്ക് ഗ്രീനിലാക്കാം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ താഴത്ത് ഈ മാർക്ക് ചെയ്തേക്കുന്ന ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസാണ്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ മൊത്തം ലിക്വിഡിറ്റീസ് ലൈ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ താഴെ സ്റ്റോപ്പ് ലോസ് ബൈ സൈഡിലേക്ക് എടുത്തവരെ സ്റ്റോപ്പ് ലോസാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കതൊക്കെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടായിട്ട് അപ്പോൾ അതൊക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ബിഗ്ഗർ മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതും മാർക്ക് ചെയ്ത് വയ്ക്കാം. മുകളിൽ നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അത് നമുക്ക് ലിക്വിഡിറ്റി ഏരിയസ് നമുക്കൊരു ബൈ സൈഡ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഏരിയയിലൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സലിന് ചാൻസ് ഉള്ള ഒരു ഏരിയാസാണത്. അപ്പോൾ നമുക്ക് അത് രണ്ടും മാർക്ക് ചെയ്യാം. അത് നമുക്ക് 1 hourലും 15 minutesലുമാണ് നമുക്കത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിലേക്ക് നമുക്ക് ചാൻസ് ഉള്ളതാണ്. ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം ട്രേഡ് എടുക്കുക. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മേ ബി നമുക്ക് താഴത്തേക്ക് വരാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയ 22,500 600 ഏരിയയിൽ ടാപ്പ് ചെയ്ത് നമുക്ക് വീണ്ടും ഫർദർ ഇക്വിലിബ്രിയം ഏരിയ അല്ലെങ്കിൽ പ്രീമിയം സോണിലേക്ക് പോകാനുള്ള ചാൻസുകളും കൂടുതലാണ്. അതിന് മുകളിലായിട്ട് 23K 23,100 ലെവൽസ് എന്ന് പറയുന്നത് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഇൻ കേസ് മാർക്കറ്റ് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ താഴത്തേക്കുള്ളൊരു മൂവ്മെൻറ്റും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമുക്കിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും OBയും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് വീഴുകയാണെങ്കിൽ നമുക്കൊരു ബിഗ്ഗർ ഫാൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ഒരു ഹോപ്പാണ് ഒരു 21,800 എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവല് എത്താൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഒരു ലോവർ സൈഡ് ഒരു ലിക്വിഡിറ്റി ഉണ്ട്. 22,275 ഏരിയയിലാണ് ഒരു ലിക്വിഡിറ്റി ഉള്ളത്. ആ ഒരു റേഞ്ച് വരെ പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അവിടെ നിന്നും റിവേഴ്സലിന് ചാൻസുകൾ കൂടുതലാണ്. അതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ലെവലാണ്. അപ്പോൾ എന്തായാലും ഇത്തരം ലെവലുകളാണ് നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യേണ്ടത്. ഇൻട്രാഡേ ലെവൽസുകൾ കിട്ടാനായിട്ട് ഓപ്ഷൻ ചെയിനിൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതും കൂടിയായിരിക്കും. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും കൂടിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.